ഹലോ ഗീസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് പൃഥ്വിരാജിന്റെ പുതിയ മൂവിയായ ഐ നോബഡി എന്ന് പറയുന്ന മൂവിയിലെ ടീച്ചർ റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐ നോബഡി അതിന്റെ അർത്ഥം എന്താണ്? ഐ നോബഡി എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ ആരുമല്ലാത്തവൻ. നമ്മൾ ആരുമല്ല, വേറൊരാളാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്, അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആരുമല്ല, വേറെ ആരുമാണ്, അങ്ങനെ ഒരേ പേര്. ഐ നോബഡി, നമുക്ക് എന്തായാലും കാണാം. ഐ നോബഡി. മമ്മ പറഞ്ഞു പപ്പ അടി കൂടാൻ പോയിട്ടാണ്. ആണോ പപ്പ? ആ കഥ വേണ്ട, ആ കഥ കേട്ടിട്ട് മടുത്തു. മരിച്ചന്റെ കഥ മതി. ഒരു കഥയുണ്ട്. എനിക്കിത് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിലൊരു നോബഡി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതേ ഒരു തീമാണെന്ന് തോന്നുന്നു. ഇവ ആദ്യം പാവപ്പെട്ട എന്ന് വെച്ചാൽ സമാധാനമായിട്ട് അടിയും വഴക്കൊന്നും കൂടാതിരിക്കുന്നു, ഒരു ഫാമിലി മെയിനായിട്ട്. എന്നിട്ട് എന്തോ ഒരു പ്രശ്നത്തിൽ ചിലപ്പോൾ വയലൻസ് ആവുമായിരിക്കും. അങ്ങനെ ഇരിക്കും. ആ കൊച്ചിന് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അടുത്ത സീന് എന്തായാലും നോക്കാം. പക്ഷെ ഓട്ടോറിക്ഷ വേണ്ട. രാജീവൻ ബാങ്കിലേക്ക് എന്തോ കാര്യത്തിന് വരും. കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും. ആ സമയത്ത് അവന്മാർ 3 പേരും അകത്തേക്ക് കണ്ടിരിക്കുന്നവരുടെ ഇതത് തന്നെ അതന്നെ. എന്തോ ഒരു ഇതില് വേടുമ്പോ ഇവന്റെ വയലൻസ് പുറത്തു വരും. അതായത് ഇവൻ ഭയങ്കരമായിട്ട് വയലൻസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നുവെച്ചാൽ ഈ ബാങ്കിൽ എന്തോ കളക്ഷൻ അങ്ങനത്തെ കളക്ഷൻ ഒരാളായിരുന്നു. പക്ഷെ അയാൾ തന്നെ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നേരെ ഓപ്പോസിറ്റ്. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അമാറിന്റെ അടിയും വാങ്ങിച്ച് അമാറിനെ പിടിച്ചോണ്ട് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. അമാരെ സാറേ കൊണ്ടുപോയാ വല്ല VIP ആണോ? ഏതൊരു ഒരു നോബഡി. അത് തന്നെ ഐ നോബഡി എന്ന് വെച്ചാ ആ മൂവിയിലും ഇതേ സീൻ തന്നെ. അതിന്റെ റീമേക്ക് ആയിരിക്കും മിക്കവാറും. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടികൾ തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തന്റെ ഭാര്യയുമായി സൂപ്പർ സാധനം പൊളി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കഥകൾ ഇടയ്ക്കൂടെ എല്ലാം കഥ പറയണയാണോ പറഞ്ഞ തന്നെ. സംഭവം ഇവൻ അങ്ങനെ ഒരു കളക്ഷൻ ആയിരുന്നു, എന്തൊരു ആളായിരുന്നു സംഭവം. ഇവന് കൂടെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ബാങ്ക്. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇവൻ എന്ന് വെച്ചാൽ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വേണം ആൾക്കാരെ പൊരുതി നിൽക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മറിച്ചാണ്. അയാളുടെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. ഇയാളുടെ സൂപ്പർ ആയിരുന്നു. ടീച്ചർ അത്ര മോശമില്ല, നല്ലൊരു ടീച്ചർ ആയിരുന്നു. എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട്. ഇവനാണോ വില്ലനെന്നും തോന്നുന്നുണ്ട്. വില്ലനില്ല, വില്ലൻ ഷെയ്ഡ് വേണം ഒരു റോളായിട്ട്. ഏതാണെന്ന് നോക്കാം. എന്തായാലും ഇവന്റെ കയ്യിൽ കുറച്ച് പൈസ വന്ന് ചേരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിന്റെ മെയിൻ ഇവനായിരിക്കും മിക്കവാറും. അത് തന്നെ ഇവന്റെ കയ്യിൽ ഒന്നേ ഏതോ ഒരു ഇതില് വന്ന് ചേരുന്നതോ അതോ ഇവൻ പ്ലാൻ ചെയ്ത് ഇത് അടിച്ചെടുക്കണതോ അങ്ങനെ എന്തോ ഒരു ഇതാണ്. എന്തായാലും ടീസർ പൊളി. എന്തായാലും ടീസറിലേ വന്നുള്ളൂ. ട്രെയിലർ വരുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ അത് പോവാം.